ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനം 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. അമിത പലിശ വാഗ്ദാനം ചെയ്ത് ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പന് അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാട്ടാനയുടെ ജഡം കോടനാട് സംസ്കരിച്ചു. അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കളുടെ ആരോപണം. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങിയതായി പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെ കേസെടുത്തു. ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ. സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 32ഓളം പരാതികൾ ലഭിച്ചതിൽ 6ഓളം പരാതിയിൽ കേസെടുത്തു. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95,00,000 രൂപ നിക്ഷേപിച്ചയാളുടെ പരാതിയിലാണ് ആദ്യം കേസെടുത്തിട്ടുള്ളത്. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ട്രേഡിംഗിലൂടെ ആദ്യകാലങ്ങളിൽ വലിയ തുകകൾ ലഭിച്ചിരുന്നതായും അത് നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചതെന്ന് പറയുന്നു. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം അവർ നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 150 കോടിക്ക് മേലെ തട്ടിച്ച് അവരിവിടെ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ ലഭിക്കാതായതോടെ പലരും പണം അന്വേഷിച്ച് സ്ഥാപനത്തിലേക്ക് എത്തിയതോടെ ഇവർ മാസങ്ങൾക്ക് മുൻപേ ആഡംബരമായി നിർമ്മിച്ചിട്ടുള്ള ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP റോഡിലെ പാം സ്ക്വയർ ബിൽഡിംഗിലെ സ്ഥാപനം അടയ്ക്കുകയായിരുന്നു. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തായും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. TCV ഇരിങ്ങാലക്കുട. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ദേവസ്വം ചെയർമാൻ ഖേദപ്രകടനം നടത്തിയതോടെ പാപ്പാന്മാർ സമരത്തിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ ദിവസം കോഴിമാമ്പറമ്പ് പൂരത്തിന് ദേവസ്വത്തിന്റെ 3 ആനകളെ കൊണ്ടുപോയിരുന്നു. എഴുന്നള്ളിപ്പ് കഴിയും മുൻപേ ആനകളെ തിരിച്ചു കൊണ്ടുപോകാൻ പാപ്പാന്മാർ തിടുക്കം കൂട്ടിയെന്ന് പറഞ്ഞ് പൂര കമ്മിറ്റിക്കാർ പാപ്പാന്മാരുമായി തർക്കമുണ്ടായി. എന്നാൽ 3 മണിക്കൂർ നേരം എഴുന്നള്ളിക്കാനാണ് കരാറിലുള്ളതെന്നും അതിൽ കൂടുതൽ നേരം ആനകളെ നിർത്താൻ കഴിയില്ലെന്നുമായിരുന്നു പാപ്പാന്മാരുടെ വിശദീകരണം. പൂര കമ്മിറ്റിക്കാർ പരാതിപ്പെട്ടതോടെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കോഴിമാമ്പറമ്പിലെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ ദേവസ്വം ചെയർമാൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഗുരുവായൂർ ദേവസ്വത്തിലെ പാപ്പാന്മാരുടെ തോന്നിവാസങ്ങളുടെ ബുദ്ധിമുട്ട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയ പരാമർശമാണ് പാപ്പാന്മാരെ ചൊടിപ്പിച്ചത്. ചെയർമാൻ മാപ്പു പറയാതെ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ അയക്കില്ലെന്ന നിലപാടിലായി പാപ്പാന്മാർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് 3 ആനകൾക്ക് പകരം 1 ആനയെ മാത്രം അയക്കും. ആനകൾക്ക് വെള്ളവും തീറ്റയും നൽകുമെങ്കിലും അഴിക്കാൻ പാപ്പാന്മാർ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം സമരം ആരംഭിച്ചതോടെ അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ ആനപ്പാപ്പാന്മാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ശനിയാഴ്ച വൈകിട്ട് ചെയർമാൻ കുറ്റസമ്മതം നടത്തിയതോടെയാണ് പാപ്പാന്മാർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് മാർച്ച് 10-ന് നടക്കുന്ന ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിനായി ദേവസ്വം ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആനകളും ഭക്തരും തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ച് ആനയോട്ട ചടങ്ങ് നടത്താൻ യോഗത്തിൽ തീരുമാനമെടുത്തു. മദപ്പാട് അടുത്തുവരുന്ന ആനകളെയും ആക്രമണ സ്വഭാവമുള്ള ആനകളെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കില്ല.
ആനച്ചികിത്സാ വിദഗ്ധ സമിതി കണ്ടെത്തിയ 10 ആനകളിൽ നിന്ന് മുൻനിരയിൽ ഓടാനുള്ള 5 ആനകളെ മാർച്ച് 9-ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗവും ആനയോട്ടം സബ് കമ്മിറ്റി കൺവീനറുമായ മനോജ് ബി നായർ, ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ, ഗുരുവായൂർ എസിപിയുടെ ചുമതല വഹിക്കുന്ന ടി എസ് സിനോജ്, ടെമ്പിൾ പോലീസ് SHO ജി അജിത് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പന് അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുമ്പിക്കൈയിൽ പുഴുവരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആനയുടെ ശരീരത്തിൽ ലോഹഘടകങ്ങൾ ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുറിവിന് 65 സെന്റിമീറ്റർ ചുറ്റളവും 15 സെന്റിമീറ്റർ വ്യാസവും 1.5 അടിയോളം ആഴവുമുണ്ട്. ആനകൾ തമ്മിൽ കൊമ്പുകോർത്തുണ്ടായ മുറിവ് തന്നെയാണ് അണുബാധയ്ക്ക് കാരണമായത്. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെയാണ് ആന ചെരിഞ്ഞത്. തൃശൂർ മണ്ണുത്തിയിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ സർജൻ ഡോക്ടർ അനൂപ് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. ആനയെ മയക്കുവെടി വയ്ക്കുകയും ചികിത്സിക്കുകയും ചെയ്ത സംഘത്തിലെ ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ആനയുടെ ജഡം കോടനാട്ടെ ഉൾക്കാട്ടിൽ തന്നെ സംസ്കരിച്ചു. അട്ടപ്പാടി മേലെ ഭൂതയാറിൽ നിന്നും പിടിയിലായ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മൃഗാശുപത്രിയിലെത്തിച്ചു. ഇന്ന് രാവിലെയാണ് കരടിയെ എത്തിച്ചത്. കരടിക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി. കരടിയെ 3 ദിവസം നിരീക്ഷിക്കും. കരടിയെ ചികിത്സിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയി. കഴിഞ്ഞ 19-നാണ് സംഭവം. മർദ്ദനവിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. മർദ്ദനവിവരം പുറത്തു പറഞ്ഞാൽ മകനെതിരെ റാഗിംഗ് കേസ് ഉണ്ടാകുമെന്നും ഭാവി നഷ്ടപ്പെടുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും മർദ്ദനവിവരം മറച്ചുവെക്കാൻ ശ്രമിച്ച അധ്യാപകർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി കുന്നംകുളം പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൊലവിളി സന്ദേശവും പുറത്തുവന്നിട്ടുണ്ട്. മാള എരവത്തൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ മഞ്ഞേലിപ്പറമ്പിൽ അരുൺദാസിന്റെ മകൾ 12 വയസ്സുള്ള അവന്തികയാണ് മരിച്ചത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പാൽ വാങ്ങാൻ ചേച്ചിയെ വിളിച്ച് വാതിൽ തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടനെ തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ കരഞ്ഞു പോകുന്നത് കണ്ട് നാട്ടുകാരും ഓടിയെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി വീട്ടിൽ പരിശോധന നടത്തി. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വാടാനപ്പള്ളി ചിലങ്ക സെന്ററിന് സമീപം കൽപ്പണിയുടെ മറവിൽ അതിഥി തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി അറസ്റ്റിലായി. മുർഷിദാബാദ് സ്വദേശി ലാൽട്ടുവിനെയാണ് വാടാനപ്പള്ളി ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് വീടിന് മുകളിലെ വിറക് പുരയ്ക്ക് തീപിടിച്ചു. മാനോടത്ത് സുരേഷ് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വിറകുപുരയിൽ കൂട്ടിയിട്ടിരുന്ന ചകിരിയും വാട്ടർ ടാങ്കും പൂർണ്ണമായും കത്തിനശിച്ചു. ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. ഉടനെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ടാങ്കി പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തെങ്ങോക്കി അപ്പോഴാണ് കത്തുന്നത് കണ്ടത്. എന്താ വെച്ചാല് ചിലപ്പോ ഷീറ്റ് ചൂടായാലും സംഭവിക്കുന്നത്. കത്തിന്ന് ആർക്കും അറിയില്ല എങ്ങനെ കത്തി. മക്കളൊക്കെ താഴ്ത്താണ്. പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനെതിരെ ED അന്വേഷണം നടത്തണമെന്ന് KPCC മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് VR അനൂപ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേസിലെ പ്രതികളായ അനന്തകൃഷ്ണൻ, അനന്തകുമാർ എന്നിവരെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് രാധാകൃഷ്ണനെന്ന് അനൂപ് പറഞ്ഞു. കൊച്ചി ആസ്ഥാനമായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ എന്ന NGOയുടെ ചെയർമാൻ എന്ന നിലയിൽ രാധാകൃഷ്ണന് കേസിൽ നേരിട്ട് ബന്ധമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായിരുന്ന മണലൂർ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചെടുത്തതായും അനൂപ് ആരോപിച്ചു. കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുണും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.
പീച്ചിയെ കൂടുതൽ സഞ്ചാരി സൌഹൃദമാക്കി നവീകരിക്കാൻ വിപുലമായ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ രാജൻ. പീച്ചി ഹൌസ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 86 ഏക്കർ വരുന്ന സ്ഥലത്തെ സൌകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടായിരിക്കും മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള വികസനം നടപ്പാക്കുകയെന്ന് മന്ത്രി അറിയിച്ചു. സോളാർ ബോട്ടിംഗ് ആരംഭിക്കുവാൻ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ച് പദ്ധതി ഭരണാനുമതിക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ ആവേശോജ്വലമായ തുടക്കം. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന MM തുടങ്ങിയവർ പങ്കെടുത്തു. ബീച്ച് ഫെസ്റ്റിവലിനെ കൂടുതൽ ആകർഷകമാക്കി ദൈവമക്കൾ നാടൻ പാട്ടുകൾ ശ്രദ്ധേയമായി. ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഗുരുവായൂർ എടപ്പുള്ളി ജാറത്തിൽ ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. ചാവക്കാട് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടപ്രാർത്ഥനയോടെ താബൂത്ത് ജാറത്തിൽ സ്ഥാപിച്ചു. 3 ദിക്കുകളിൽ നിന്ന് ആരംഭിച്ച കൊടിക്കയറ്റ കാഴ്ച പള്ളി അങ്കണത്തിലെത്തി ആനപ്പുറത്തിരുന്ന് കൊടിയേറ്റി. ബാൻഡ് വാദ്യമേളങ്ങൾ, ദഫ്മുട്ട്, പരിചമുട്ട് എന്നിവ കാഴ്ചകൾക്ക് പൊലിമയേകി. തുടർന്ന് ചക്കരക്കഞ്ഞിയും നേർച്ച ഭക്ഷണവും വിതരണം ചെയ്തു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ 3 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ ഗോകുൽ, മുള്ളൻ ബസാർ സ്വദേശി പടിയത്ത് വീട്ടിൽ ശ്രീശാന്ത്, എടവിലങ്ങ് സ്വദേശി കാരഞ്ചേരി സ്വദേശി ബാലു എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 21-ാം തീയതി അഞ്ചങ്ങാടി ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിലിരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത കാര സ്വദേശി നൌഫലിനെയാണ് ഇവർ മർദ്ദിച്ചത്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, ഫ്രാൻസിസ്, റിജി, സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച മിക്സഡ് മാർഷ്യൽ ആർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MM അനിൽകുമാർ, ദീപു ദിനേശ്, ആനി പോൾ, പ്രീതി ബാബു, മുൻ മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ, നെക്സസ് ക്ലബ് സ്ഥാപകൻ അനസ് അൽത്താന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പിക്കാസോ എന്ന സിനിമയുടെ പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ 6ാം പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി തെക്കുംകര പനങ്ങൂട്ടുകര ചേനോത്തുപറമ്പിൽ അഫ്സലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തങ്ങാലൂർ സ്വദേശി പാറപ്പുറത്ത് സുനിൽ മേനോന്റെ പരാതിയിലാണ് പിക്കാസോ സിനിമയുടെ സംവിധായകൻ സുനിൽ കാര്യാട്ടുകര, നിർമ്മാണ കമ്പനിയായ അയാന ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണറും 6ാം പ്രതി അഫ്സലിന്റെ ഭാര്യയുമായ V നജില, കമ്പനിയിലെ പാർട്ണർമാരായ റിഷാദ് റസാഖ്, SR ധനീഷ്, അഹമ്മദ്, മറ്റൊരു നിർമ്മാതാവായ ലിയോ തരകൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. സിനിമയുടെ ചിത്രീകരണത്തിന് കൂടുതൽ പണം ആവശ്യമാണെന്നും മുടക്കുന്ന തുക സിനിമ റിലീസിന് ശേഷം ലാഭത്തോടെ തിരികെ നൽകാമെന്നും കരാറുണ്ടാക്കിയാണ് പണം കൈവശപ്പെടുത്തിയത്. 2019-ലാണ് പ്രതികൾ ഒന്നിച്ച് പരാതിക്കാരനിൽ നിന്നും പണം കൈക്കലാക്കിയത്. പിന്നീട് സിനിമ റിലീസായതിനു ശേഷം മുടക്കിയ പണവും ലാഭവും നൽകാൻ പ്രതികൾ തയ്യാറായില്ല. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായ അഫ്സലിന് റൌണ്ടപ്പ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനിയുണ്ട്. ഇതിനു പുറമെയാണ് ഭാര്യ നജിലയെ മാനേജിംഗ് പാർട്ണറാക്കി ഇവരുടെ മകളുടെ പേരിൽ അയാന എന്ന പേരിൽ പുതിയ നിർമ്മാണ കമ്പനിയുണ്ടാക്കി പണം കൈക്കലാക്കിയത്. സിനിമയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നത് അഫ്സലാണെന്ന് പോലീസ് പറയുന്നു. മറ്റു പ്രതികൾ കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യമെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ അഫ്സലിനെ റിമാൻഡ് ചെയ്തു. മോഷ്ടിച്ച ബൈക്കുമായി 2 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വന്നൂർ സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ ആദിത്യൻ, പോർക്കുളം കല്ലഴിക്കുന്ന് സ്വദേശി കറുത്തപടി വീട്ടിൽ ദീപു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ഗ്രേഡ് ASI രഘുനാഥൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
കേന്ദ്ര നയങ്ങൾക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തൃശൂർ BSNL ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് നെല്ലുവായ് സെന്ററിൽ സ്വീകരണം നൽകി. യോഗത്തിൽ TK ശിവൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KD ബാഹുലയൻ, മേരി തോമസ്, PN സുരേന്ദ്രൻ, KM അഷറഫ്, MJ ബിനോയ്, PC അബാൽമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ സൌജന്യ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 175 വയോജനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സേവനങ്ങൾ നൽകുന്നത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങിൽ ക്രിസ്കോൾ ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം നിർവഹിക്കും. വെണ്ടൂർ ജംഗ്ഷന് സമീപം പള്ളി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുക. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ നെപ്പോ ചിറമൽ, ജെയ്സൺ മഞ്ഞളി, ആൻഡോ മഞ്ഞളി, ബിന്ദു ജോസഫ്, ബിജു പുളിക്കൻ, മിനി ആൻഡോ എന്നിവർ പങ്കെടുത്തു. 50% ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കുമുറി, വടക്കുമുറി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് അംഗം ആൻഡോ തുറയൻ, വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ബൈക്ക് യാത്രികന് തെരുവുനായുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശി ഉണ്ണിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. പടിഞ്ഞാറേ നടയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ബൈക്ക് നിർത്തിയതോടെ നായ അക്രമാസക്തനാവുകയായിരുന്നു. നായയെ ഓടിക്കാനായി കൈ ഉയർത്തിയതോടെ കൈയിൽ കടിച്ചു. പടിഞ്ഞാറേ നടയിൽ സ്ഥിരമായി കാണുന്ന ഈ നായ്ക്ക് ഓട്ടോ ഡ്രൈവർമാരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുമാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഇടയ്ക്ക് അക്രമാസക്തനാകാനുള്ള നായ വിദ്യാർത്ഥിയെ അടക്കം നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. അന്തിക്കാട് പടിയത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിയം ചുരക്കോട് സ്വദേശി പണ്ടാര വീട്ടിൽ ജിത്തിന്റെ മകൻ 12 വയസ്സുള്ള അലോകാണ് മരിച്ചത്. മാങ്ങാട്ടുകര AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 17 ഗ്രാം MDMA-യുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന മുറ്റിച്ചൂർ സ്വദേശി കോനാടത്ത് വീട്ടിൽ വിഷ്ണുവിനെ അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ അന്തിക്കാടും പരിസര പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, DCB DYSP ഉല്ലാസ് കുമാർ, അന്തിക്കാട് SHO KS സുബിൻ, SI അഭിലാഷ്, ഡാൻസ് ഓഫ് SI-മാരായ ജയകൃഷ്ണൻ, ഷൈൻ, ASI സൂരജ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 845 രൂപ, പവന് 64,360 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനം 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. അമിത പലിശ വാഗ്ദാനം ചെയ്ത് ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ദേവസ്വത്തിലെ ആനപ്പാപ്പാന്മാർ നിസ്സഹകരണ സമരം നടത്തി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം സുരക്ഷിതമായും അപായരഹിതമായും നടത്തുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനം. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പന് അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാട്ടാനയുടെ ജഡം കോടനാട് സംസ്കരിച്ചു. അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായും ബന്ധുക്കളുടെ ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.